ഇത് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. നമ്മളെല്ലാവരും കൂടിയിട്ട് ആയഞ്ചേരി പോകുന്നു കാർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ബെൻറ്റൻ്റെ വാച്ച് അച്ചമ്മക്ക് കാണിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരാരും കയറാൻ മുന്നേ നമ്മൾ ഓട്ടോയിൽ കയറിയിരുന്നു. ഇവൻ പറഞ്ഞു വാ നമുക്ക് ഓട്ടോയിൽ കയറി ഇരിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കയറ്റിയിരുത്തി ഓട്ടോയിൽ. കണ്ണൻ അവൻ്റെ ബൈക്കിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത്. അങ്ങനെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഇവൻ എന്നെ വാശി പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയപ്പോൾ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഷെയ്ക്കും വാങ്ങി കുടിക്കുക ചെയ്യുന്നത്. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അവൻ അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഒന്നും കഴിക്കില്ലല്ലോ. പിന്നെ ഇത് മാമനെ കളിപ്പിക്കുക ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അവനോട് പറയുന്നുണ്ട് എന്നെ പിടിക്കാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവസാനം അവൻ പിടിച്ച് ഇരുത്തി ഇവനുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇവൻ ഇരിക്കുന്നൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിനിലും വന്ന് ട്രെയിനിൽ കയറിയിരുന്നു. പിന്നെ ഇവനുണ്ട് ഇങ്ങനെ എന്നാൽ ഓരോന്നും പറയുന്നത് ഞാനീനോട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ചോദിക്കുന്നുണ്ട് കയറിയ പടത്താനായോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞൊരു ബുക്ക് വാങ്ങിത്തരും അമ്മയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല, അമ്മമ്മ വാങ്ങിക്കൊടുത്തു സ്പൈഡർമാൻ്റെ കളറിങ് ബുക്ക്. ഞാൻ വാങ്ങിക്കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊടുത്തിട്ട് അവൻ എന്നാ ട്രെയിൻ തന്നെ എല്ലാം അയച്ച് കീറിയല്ലോ ചെയ്ത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം കീറിയിട്ടില്ല, പക്ഷേ എങ്കിലും അയച്ച് കളറെല്ലാം ചെയ്ത് കുറച്ച് കഴിയുമ്പം പറഞ്ഞാൽ എനിക്കങ്ങ് ഉറക്കുമായിരുന്നു. ഞാൻ ഉറങ്ങുന്നതെന്നെല്ലാം മറ്റേ ആടുന്ന് ഭയങ്കര അഭിനയമായിരുന്നു. കൂർക്കം വലിക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ഇവനെന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഇവൻ്റെ കളി കണ്ടിട്ട്. അങ്ങനെ ഞാൻ എണീക്കെന്ന് പറഞ്ഞപ്പോഴാണ് കണ്ണ് തുറന്നത്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ പോയി, കാരണം ഉച്ച അതിനെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തിയപാട് ഇവൻ പറഞ്ഞ എനിക്ക് എൻ്റെ RC കാർ വേണമെന്ന്. കാരണം ഇവൻ അംഗൻവാടിയിൽ ഡാൻസ് കളിച്ചപ്പോൾ ഇവനോട് അച്ഛൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തരുവേന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞ എനിക്ക് RC കാർ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ച് അത് ഇവനെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് മാമൻ റെഡിയാക്കി തരും, മാമൻ വെച്ച് തരും ബോക്സിൽ എന്നെല്ലാം പറയുന്നുണ്ട് അച്ഛമ്മ. അങ്ങനെ പിന്നെ അതെല്ലാം ബോക്സിൽ വെച്ച് ഇവനുണ്ട് എന്നിട്ട് കേൾക്കുന്നത് ഇവൻ. പിന്നെ അവൻ RC കാർ എടുത്തിട്ട് ആടുന്ന് കളിക്കലായി വീട്ടിൽ നിന്ന്. എന്നിട്ട് പിന്നെ അച്ഛമ്മേനോട് പറയുന്നുണ്ട് അച്ഛമ്മയെ ബോക്സിൽ ഇട്ടതാന്നെല്ലാം പറയുന്നുണ്ട്. മാമൻ ഒരിക്കൽ ഇട്ട് കൊടുത്തു, അത് അയച്ച് ആടുന്ന് കളിച്ചു. പിന്നെ അച്ഛമ്മേനോടാണ് പറയുന്നത് അച്ഛമ്മയെ ബോക്സിൽ ഇട്ടതാന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു ഇപ്പം ഇട്ട് കൊടുക്കണ്ട, പോകുമ്പോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇതന്നെയായിരിക്കും പണി, ബോക്സിലിടുക എന്നിട്ട് എടുത്ത് കളിക്കുക. അങ്ങനെ പോകാനാകുമ്പോൾ അതെല്ലാം എടുത്ത് ബോക്സിലെടുത്ത് വെച്ച് പിന്നെ നമ്മൾ കാർ എടുക്കാനാണല്ലോ പോയത്. കാറിൽ വരുമ്പോൾ ആശാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പിന്നെ ഇവൻ എന്തെല്ലോ പറയുന്നതെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോയി. അമ്മ പറഞ്ഞു എനിക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിലേക്ക് പോയതാണ്. അന്നേരമാണെങ്കിൽ ഇവൻ ഇങ്ങനെ ബീച്ചിൽ പോന്നാ എനിക്ക് അവിടുന്ന് കളിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് കളിക്കുകയെല്ലാം ചെയ്ത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ഇവിടെ ടാറ്റാ.